നമസ്കാരം. ഹരീഷ് പാരഡി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അഖിൽ കാവുങ്കൽ സംവിധാനം ചെയ്ത ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് 14 തിയേറ്ററുകളിൽ എത്തുകയാണ്. ദാസേട്ടൻ്റെ കുടുംബവിശേഷങ്ങളുമായി ദാസേട്ടനും കുടുംബവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ദാസേട്ടൻ്റെ സൈക്കിൾ അഥവാ ദാസേട്ടൻ്റെ കുടുംബവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു അവാർഡ്, ഞങ്ങൾ ഈ കൊച്ചു ചെറുമയ്ക്ക് ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്ന അവാർഡ് എന്ന് പറഞ്ഞാൽ ഹരിഹരൻ സാറിൻ്റെ അവാർഡ്. ഇത് നമ്മളെ പിന്നെ വയ്ക്കുന്ന ദാസനോ ദാസേട്ടനോ നമ്മുടെ അയൽവാസിയായിട്ടുള്ള ദാസേട്ടനെ പറ്റിയ എന്ന് നമ്മൾ അറിയാതെ ചോദിക്കുന്ന ഒരു ദിവസം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തം. ആ കഥകളൊന്നും മോശമാണ് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാരണം ഈ സിനിമ സംസാരിക്കുന്ന വിഷയവും അങ്ങനെ തന്നെയാണ്. അല്ലാതെ എന്തോ രീതിയിൽ ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെടി പൊട്ടിക്കുന്ന പോലത്തെ സാധനം. വളരെ സിമ്പിളായിട്ട് വലിയ ഫിലോസഫി പറയുന്ന വലിയ വിഷയം പറയുന്ന ഒരു സിനിമയാണ്. എനിക്ക് ബാക്കപ്പ് നിങ്ങളെ ഫ്രണ്ടാണ് പറഞ്ഞോട്ടെ, നീ ധൈര്യമായിട്ട് പറഞ്ഞാൽ. നല്ല കഥ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യാറില്ല. ഒരു സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള കഥാപാത്രത്തിന്റെ ഒരു മൂഡൊക്കെ എന്താണ് എന്നൊക്കെയാണ് പലപ്പോഴും ചിന്തിക്കാറ്. ഇപ്പോൾ ദാസേട്ടൻ്റെ സൈക്കിളിൻ്റെ ഒരു കുടുംബ സംഗമം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നിർമ്മാതാവും ഒപ്പം തന്നെ ഇതിലെ പ്രധാന വേഷം അഭിനയിച്ച നമ്മുടെ ഹരീഷേട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഹരീഷേട്ടാ, ഈ ദാസേട്ടൻ്റെ സൈക്കിൾ എന്നതിൻ്റെ ഒരു പ്രമേയം ഒറ്റവാക്കിൽ എന്താണ്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ദാസേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മളെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നിരന്തരമായിട്ട് എന്നും എന്ന് പറഞ്ഞോണം കാണുന്ന ഒരാളുണ്ടാവും, നിരവധി ആളുകളുണ്ടാവും. പക്ഷേ അയാൾക്ക് പിന്നിൽ ഇങ്ങനൊരു കഥയുണ്ടായിരുന്നു എന്ന് അതിശയപ്പെടുന്ന ഒരു ദിവസം നമ്മളെ ജീവിതത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. ആര്? ഇത് നമ്മളെ പിന്നെ വയ്ക്കുന്ന ദാസനോ ദാസേട്ടനോ നമ്മുടെ അയൽവാസിയായിട്ടുള്ള ദാസേട്ടനെ പറ്റിയോ എന്ന് നമ്മൾ അറിയാതെ ചോദിക്കുന്ന ഒരു ദിവസം വരാം. അത്തരം ഒരു പ്ലോട്ടായിട്ടാണ് അഖിൽ എന്നെ സമീപിച്ചത്. അപ്പോൾ അതിൽ ഭയങ്കരമായ രസമുള്ള ഒരു ജീവിതമാണ് ഞാൻ അതിൽ കണ്ടത്. ഭയങ്കര എന്തോ ഇങ്ങനെ നമുക്ക് പറയാൻ ആഗ്രഹിക്കാന്നൊരു ആഗ്രഹം തോന്നുന്ന, അത്രയും കൊതി തോന്നുന്ന ഒരു ജീവിതമാണ് അതിൽ ഞാൻ കണ്ടത്. അല്ലാതെ ഒരു സിനിമയല്ല. അങ്ങനെ ഒരു നിരവധി എന്നും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സിനിമയുടെ കഥകൾ കേൾക്കുന്ന ആളാണ്. എന്നും എന്ന് ഓരോരുത്തർ പറയാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തം. ആ കഥകളൊന്നും മോശമാണ് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതൊക്കെ ഓരോരോ വ്യത്യസ്തമായ രീതികളും മേക്കിങ്ങിൻ്റെതായ സ്റ്റൈലുകളും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും അല്ലാത്ത ഒരു ചിന്താ പദ്ധതിയായിട്ട് ഒരു ചിന്ത എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ഇരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് ഒരു സിനിമയായി മാറുകയായിരുന്നു. കാരണം ആദ്യത്തെ ആ ഒരു വരികളിൽ തന്നെ ഈ ദാസനെ കയറിയെങ്കിൽ ഞാൻ പ്രണയിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ഇയാളൊരു നല്ല കക്ഷിയാണല്ലോ, ഭയങ്കര രസമുള്ളൊരു കക്ഷിയാണല്ലോ ഇയാൾ എന്ന് തോന്നി. ആ തോന്നലിലാണ് ഇത് ഉണ്ടാവുന്നത്. ഈ സിനിമ പിന്നെ നിർമ്മാണത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. ഈ സൈക്കിൾ എന്താണ് അതിൻ്റെ കഥാപാത്രമായിട്ട് വരുന്നത്? അതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇറ്റ്സ് നോട്ട് എ ബൈസിക്കിൾ ബട്ട് ദ സൈക്കിൾ എന്നാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ജീവിത ചക്രമാണത്, ദാസൻ്റെ ജീവിത ചക്രമാണ്. അതേസമയത്ത് ദാസൻ്റെ സൈക്കിള്, ദാസനൊരു സന്തത സഹചാരിയെ പോലെയാണ്, എപ്പോഴും കൂടെയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു അവയവം പോലെയാണ് അദ്ദേഹത്തിന്. നമ്മളെ ഒരു സ്വന്തം അവയവം പോലെ തന്നെയാണ് ദാസന് സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്കിൾ ഇല്ലാതെ ദാസേട്ടനില്ല, സൈക്കിളില്ലാതെ ദാസേട്ടനില്ല. അങ്ങനെ തന്നെയാണ് ചിത്രത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ നായിക അനുപമ ഉണ്ട്. അനുപമ ഈ ചിത്രത്തിൽ ദാസേട്ടൻ്റെ ഭാര്യ ആയിട്ടാണ്. അതെ, ജയ എന്ന കഥാപാത്രമാണ്. ജയ ശരിക്ക് അഭിനയിക്കല്ലായിരുന്നു, ജീവിക്കായിരുന്നു. നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ഒരു ജയ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എനിക്ക് ത്രൂ ഔട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് ജയിക്ക് എന്നുള്ളത്. ഒരു വാഷ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. അതിലൊക്കെ നോർമൽ നമ്മുടെ നാട്ടുമ്പുറത്ത് നടക്കുന്ന ഒരു സ്ത്രീ ഫാമിലിയിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾ, അപ്പോൾ അതിന്റെ ഇടയിൽ നടക്കുന്ന ഇന്ററാക്ഷൻസ് ഉണ്ടാവും ഹസ്ബൻഡായിട്ടും കുട്ടികളായിട്ടും. അതിനിടയ്ക്ക് നമ്മൾ അവരോടുള്ള ദേഷ്യം തീർക്കുന്ന ഒരു സീൻ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കുട്ടികളെ ദേഷ്യമൊക്കെ തീർക്കുക ഭർത്താക്കന്മാരോടാണ്. അത് ഇതിൽ തന്നെ ഉണ്ട്. അപ്പം ആക്ച്വലി അതിൽ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത് ജയ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹരീഷേട്ടന്റെ കൂടെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു ആഗ്രഹമായിരുന്നു. എന്റെ കുട്ടിക്കാലം തൊട്ട് നോക്കി കാണുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു ഹരീഷേട്ടൻ. എത്രാമത്തെ സിനിമയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് 14th ആണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞിട്ട് ജിയോ ബേബി, ഞാൻ ഋതു,
മുറയിലെ പക്ഷേ ഈ ചിത്രം എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ ചിത്രം 2 years ബാക്ക് ആണ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോഴൊക്കെ എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയാം. കപ്പേള, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ ചെയ്ത് അല്ലേ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആ സമയത്തായിരുന്നത്. അപ്പോഴൊന്നും എനിക്കിത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് അറിയില്ല. ആക്ച്വലി ഞാൻ ഇൻഡസ്ട്രിയിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എത്തിയ ഒരാളാണ്. ആഗ്രഹിച്ച് വന്ന ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി അങ്ങനെ വന്ന ഒരാളല്ലേ. പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്റെ പ്രൊഫഷനൊക്കെ മാറ്റി. പക്ഷെ എന്തായാലും ദാസേട്ടന്റെ സൈക്കിൾ എന്തായാലും ബ്രേക്ക് ആവും, അതൊരു സംശയം വേണ്ട. ഷുവർ ആണ്. അത് നിങ്ങൾക്ക് 100% അത് ബ്രേക്ക് ആവണം എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ട്. എന്താ വെച്ചാൽ അങ്ങനെ ഇപ്പത്തെ നമുക്ക് അങ്ങനെ ഒരു ഫാമിലി സ്റ്റോറീസ് ഒന്നും ഇപ്പൊ ഇല്ല. അപ്പൊ നമുക്കൊരു ത്രെഡ് ഉണ്ട് ഇതില്. അഖില് സർ എഴുതിയ പോലെ തന്നെ, അല്ലെങ്കിൽ അവരൊരു സ്ക്രിപ്റ്റ്, ആ ഒരു ത്രെഡ് അതിലുണ്ട് എന്നുള്ളത് ഈ സിനിമ ഫുള്ള് ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ അറിയുന്നത്. ഇത്രത്തോളം അതിലുണ്ട് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ ഒരു സദ്യ തന്നെയെന്ന് പറയാം ഉണ്ട് ഇതില്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും മൂവി കാണണം, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. പിന്നെ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം, ഫാമിലി ആയിട്ട് പോകണം. എന്താ വെച്ചാൽ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ് ഇത്. അപ്പൊ ഫാമിലി ആയിട്ട് തന്നെ വീട്ടില് രത്നേട്ടനുണ്ട്, അച്ഛന്മാരുണ്ടെങ്കിൽ അവരെ കൂട്ടി കമ്പൽസറി ആയിട്ട് പോകേണ്ട ഒരു സിനിമയാണ്. രത്നേട്ടന്റെ ക്യാരക്ടർ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നമ്മളെല്ലാവരെയും അച്ഛൻ എന്ന് പറയും, അതേപോലെ ഒരു ക്യാരക്ടർ കൂടെയാണ്. അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് പോകണം. അപ്പം എല്ലാത്തിനും നമ്മുടെ ഈ സിനിമയ്ക്ക് നല്ലൊരു ആശംസയാണ്. ലൊക്കേഷന്റെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ? ലൊക്കേഷൻ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് നല്ല വിശേഷങ്ങളാണ്. എനിക്ക് ഒരു പേടിയായിരുന്നു സത്യം പറഞ്ഞാല്. എന്താ വെച്ചാൽ ഹരീഷേട്ടന്റെ കൂടെ ഹരീഷേട്ടനെ കണ്ട തടിയൊക്കെ കണ്ടപ്പോഴുള്ള പേടിയാണ്. കണ്ടില്ല, നിങ്ങൾ ഫോട്ടോ കണ്ടില്ല. അന്ന് ഞാനും കുറച്ച് സൈസ് ഉണ്ട്, ഇപ്പൊ കുറച്ച് വിരിഞ്ഞതാണ്. ഹരീഷേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ അത് എങ്ങനെയാ എന്താവും ഒരു ഐഡിയ ഇല്ല. അതും എന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. അപ്പൊ ഹരീഷേട്ടനോട് ചോദിക്കാൻ സത്യം പറഞ്ഞ എനിക്ക് പേടിയാണ്. അങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ ചോദിച്ചു കഴിഞ്ഞാൽ ഹരീഷേട്ടനെ ആരും ചോദിക്കില്ല, കാരണം ഹരീഷേട്ടൻ എപ്പോഴും ഗൗരവമുള്ള ഒരു മുഖമാണ്. പക്ഷെ ആള് സിമ്പിൾ ആണ്. അതെ, പരിചയപ്പെട്ടവർക്ക് അറിയാം, ആള് വളരെ പാവാണ്, വളരെ സിമ്പിൾ. എന്നെ ഭയങ്കര കൂളാക്കിയിട്ടുണ്ട്. ചില സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അഖിൽ സാറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ആ സീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അല്ലെ ഒരു സീൻ. അപ്പം ആ സമയത്ത് തന്നെ ഹരീഷേട്ടനും ഇവരെല്ലാരും കൂടെ തന്നെ, പക്ഷെ ഹരീഷേട്ടനും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അനുഭവം ടെൻഷൻ അടിക്കണ്ട, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ സീൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ കൂളാക്കി ആ സീനിലേക്ക് എന്നെ ഇൻവോൾവ് ആക്കി ആ ക്യാരക്ടറാക്കി മാറ്റി. അതിനെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണത്. എനിക്ക് ഷെയർ ചെയ്യാൻ ഒരാളടുത്ത് ഷെയർ ചെയ്യാൻ പറ്റിയ വലിയൊരു എക്സ്പീരിയൻസ് ആണ് അത്. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് അവർ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഒരു 1.5 മണിക്കൂറോളം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കാണുന്നതല്ലേ, ഇപ്പൊ കുറെ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്കറിയാം. പെട്ടെന്ന് ഷോട്ട് തീർക്കാനും ഒക്കെ നിൽക്കുന്ന സമയത്ത് വളരെ ടൈം എടുത്ത് നമ്മളെ കൂളാക്കി റിലാക്സ് ആക്കിയിട്ടായിരുന്നു ആ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലെനിക്ക് ഹരീഷേട്ടനോട് ഒത്തിരി താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. നമ്മുടെ സംവിധായകൻ ശ്രീ അഖിൽ എത്രാമത്തെ സിനിമയാണ് ഇപ്പോൾ ഇത്? ഇതിന്റെ രണ്ടാമത്തെ പടമാണ്. രണ്ടാമത്തെ സിനിമ. ആദ്യത്തെ പടം ഞാൻ ഹരീഷന്റെ കൂടെ തന്നെ ഐശ്വര്യ. പിന്നെ ഇതിൽ നേരിട്ട വെല്ലുവിളികൾ എന്തെങ്കിലും ഉണ്ട്? അല്ല, സിനിമ നമ്മൾ പൊതുവെ 40 ദിവസം കൊണ്ട് തീർക്കുക, അല്ലെങ്കിൽ 40 ദിവസം കൊണ്ട് തീർക്കുക എന്നൊക്കെ പറയും. ദിവസം കൂടെ സാധാരണ എപ്പോഴും ഉണ്ടാവാറ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്തെങ്കിലും? ഹരീഷണ്ണന്റെ ഒരുപാട് കഥകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഐശ്വര്യ എന്ന സിനിമയിലൂടെയാണ് ഞാൻ ഹരീഷണ്ണനുള്ള സൗഹൃദം ആരംഭിക്കുന്നത്. അതിനെനിക്ക് വേറെ പരിചയങ്ങളൊന്നും, ഒരു കഥ പറയാൻ പോയിട്ടുള്ള പരിചയമാണ്. കഥ പോലും പറഞ്ഞില്ല, 2 ലൈനിൽ പറഞ്ഞിട്ടാണ് ഹരീഷണ്ണനെ ഞാനതിൽ കൺവിൻസ് ആവുന്നത്, ഹരീഷണ്ണന്റെ കൂടെ നിൽക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ആ സിനിമയോട് കൂടി കിട്ടിയ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കഥകൾ ഞാൻ ഹരീഷണ്ണൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസത്തെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ സംസാരിച്ച ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ ദാസേട്ടന്റെ സൈക്കിൾ. അത് ശരിക്കും പറഞ്ഞാൽ ഹരീഷേട്ടൻ തന്നെ നിർമ്മിക്കാതെ വന്ന് കൂടെ നിന്ന സമയം മുതല് ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. റിലാക്സ്ഡ് ആണ് ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് എനിക്കങ്ങനെ വേറെ ഭാരിച്ചൊരു പടിവാലി തോന്നിയിട്ടില്ല ഒരു സ്ഥലത്തും. ഞാൻ എന്താ പറയാ, ഭയങ്കര ആഡംബരമായിട്ട് പറയില്ല, സത്യസന്ധമായിട്ട് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ സിനിമ ത്രൂ ഔട്ട് ഷൂട്ട് ചെയ്തത്. കാരണം അതൊരു 17 ദിവസത്തെ ചാർട്ടിംഗ് ഒക്കെ വെച്ചപ്പം അസോസിയേറ്റ് ജയേട്ടൻ പോലും എന്നോട് പറഞ്ഞു, ഇവിടെ നിങ്ങളെ തീർക്കാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു തീർക്കും എന്ന് പറഞ്ഞ് വളരെ കോൺഫിഡന്റോട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുണ്ടല്ലേ? ചെറിയ അഭിനയിച്ചതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മളെല്ലാവരും കൂട്ടായ്മ എടുത്തിട്ട് സിനിമ ചെയ്തതാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരുടെയും പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് സിനിമ ഉണ്ടായി. അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാനും ഒരു അഭിനയത്തിന്റെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചു എന്താണ് നേരിട്ട് വെല്ലുവിളി എന്നുള്ളത്. അത് മറ്റൊന്നല്ല, ഇതിൽ രസകരമായ ഒരു സംഭവം നടന്നിരുന്നു നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത്. അത് നമ്മുടെ പ്രേക്ഷകരായിട്ട് ഒന്ന് പങ്കുവെച്ച് കഴിഞ്ഞാൽ. മറന്നുപോയോ? നായ കടിച്ച്
അത് രസകരമായ കാര്യമാണ്. പിന്നല്ലാതെ പക്ഷെ 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 അതില് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റിൽ ഇതൊക്കെ വന്ന സമയത്ത് ആളുകൾ കമന്റ്സ് ഇട്ടത്, ചാനലിന്റെ ഒക്കെ കമന്റ്സ് ഇട്ടത് ഭയങ്കര രസകരമായിട്ടാണ്. കാരണം ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നതും ഭയങ്കര ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു, വൈറലായിരുന്ന സംഭവം. കാരണം കേരളത്തിൽ ഒട്ടുമിക്ക, പ്രത്യേകിച്ച് എസ്പെഷ്യലി കോഴിക്കോട് തെരുവുനായ്ക്കളെ ശല്യം കൊണ്ട് ആളുകൾ പൊറുതി നിർത്തിക്കുന്ന സമയത്താണ് നമ്മുടെ ക്യാമറമാൻ എന്നുണ്ട് അല്ലേ, ക്യാമറ അസിസ്റ്റന്റ് നായകൻ പ്രധാനമായിട്ട് ന്യൂസ് അതാണ്, ഫ്ലാഷ് ന്യൂസാണ് കാണിക്കുന്നത്, രാത്രി മൊത്തം കാണിക്കുന്നത്. അതൊരു എത്ര രസം എനിക്കറിയില്ല, അത് കഴിച്ചവരോട് ചോദിക്കേണ്ടി. മറ്റേ അല്ല സിനിമ ശ്രദ്ധിച്ചു, ഹാപ്പി, അതാ ഞാൻ ചോദിച്ചത്. അതെ, പ്രൊമോഷൻ ഒരു വലിയൊരു പ്രൊമോഷനാണ് കിട്ടിയത്. നമ്മുടെ അതുപോലെ തന്നെ ഇതില് അച്ഛനായിട്ട് അഭിനയിച്ച വിശേഷങ്ങൾ രത്നാരേട്ടൻ, തേരനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നാടക നടനാണ്. അതുകൂടെ തന്നെ ഒത്തിരി സിനിമകളിൽ കൂടി അല്ല, സൗഹൃദമാണ് എൻ്റെ ഒരു വലിയൊരു ഘടകം. അത് നാടകത്തിന്റെ വല്ലാത്ത സൗഹൃദം ഹരീഷുമായിട്ട് എത്രയോ കാലമായിട്ട് ഈ കോഴിക്കോട് പട്ടണത്തിലുണ്ട്. അത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തിയ വേറെ ഒന്നും കൂടിയുണ്ട്. അച്ഛന്മാർ, ഞാൻ നാടകങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വ്യത്യസ്തമായൊരു അച്ഛനായി മാറി എന്നുള്ളത് അഖിലിന്റെ ഒരു വലിയൊരു ഘടകമാണ്. ഹരീഷിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ആ ഡ്രസ്സിങ്ങിലൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു താല്പര്യമുണ്ട്. അന്ന് എനിക്ക് പണ്ടൊന്ന് അങ്ങനത്തെ സിനിമകൾ പോലും അതിന് ഒന്ന് രണ്ട് ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും സിനിമ പോലും ഇങ്ങനെ വേഷങ്ങൾ ഇത്ര പ്രാധാന്യമുണ്ടെന്ന് സിനിമയിൽ, നാടകത്തിലൊക്കെ വലിയ പ്രാധാന്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ കണ്ടുപിടിക്കപ്പെട്ടത് എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ഒന്ന്, അതെ, എന്റെ തന്നെ ഫസ്റ്റ് പോസ്റ്റിംഗ് ഇട്ടത് തന്നെ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ വലിയൊരു ഘടനയാണ്. അതിന് നന്ദി വളരെ ഇഷ്ടമുണ്ട്. അതിന് വല്ലാതെ ഇതായി കേരളം മുഴുവൻ വല്ലാത്തൊരു, എന്നെ അറിയാവുന്നവരൊക്കെ വിളിച്ചു ചോദിച്ചൊരു ഇതാണ്, ഇതെന്നാണ് ഇറങ്ങുന്നത്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ ഇത്തരം ഘടകങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതൊക്കെ വലിയൊരു ഇതാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ ഷൂട്ടിംഗ് സമയം. ഗുരുവായൂരിലെ ആ സ്ഥലവും സിനിമയുടെ വല്ലാത്തൊരു ലൊക്കേഷൻ അത് ഭയങ്കര ബന്ധപ്പെട്ടതാണ്. അതില് പിന്നെ കർക്കശക്കാരനായ അച്ഛനാണോ എങ്ങനെ? വളരെ അത്യാവശ്യം തമാശ, അങ്ങനെ ഹ്യൂമർ എങ്ങനെയാണോ പുറപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഒരു നാട്ടുപുറത്ത് അച്ഛനാണ്, വളരെ നാട്ടുപുറത്ത് അച്ഛൻ. പക്ഷെ അച്ഛനാണെന്ന് നമ്മൾക്ക് ബാക്കി പറയണ്ട, നമുക്ക് തിയേറ്ററിൽ കാണാം, തിയേറ്ററിൽ കാണാം. അടുത്ത ഇവിടെ സുധി എന്താണ് നമ്മുടെ ഇതില് ടൈലറായിട്ടാണ്. ടൈലർ അറിയോ? ടൈലർ ജോലി ശരിക്കും അറിയാമല്ലോ. ടൈലർ ഷോപ്പ് ഉണ്ടായിരുന്നു, എപ്പോഴും ഞാൻ പോയിരിക്കുന്ന സ്ഥലമായിരുന്നു ടൈലർ ഷോപ്പ്. എൻ്റെ വീടിൻ്റെ താഴെ ടൈലർ ഷോപ്പ്. അങ്ങനെ കുട്ടിക്കാലം മുതൽ എൻ്റെ നാട് പാലശ്ശേരിയിലാണ്. പാലശ്ശേരി നാട് പനങ്ങാട് എന്ന ഗ്രാമത്തിലാണ്. ഇപ്പോഴും താമസിക്കുന്ന അവിടെ തന്നെ. അപ്പം എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ പിന്നെ ഹരീഷേട്ടൻ തന്നെ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നാടകക്കാർ ഇപ്പം ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നാടകക്കാർ ഒരു പെർഫോം ചെയ്തിട്ട് അവർ കയറി പോകുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ അത് എപ്പോഴും അങ്ങനെ എത്രയോ കാലമായിട്ട് ഹരീഷേട്ടൻ്റെ പോക്കിൽ വളരെ സന്തോഷിക്കുന്ന ഒരു കക്ഷിയാണ് പേഴ്സണലി. അത് ഞാൻ പറഞ്ഞില്ല, ആര് പോയി കഴിഞ്ഞാൽ അങ്ങനെ നാളത്തുനിന്ന് അങ്ങനെ പോയിട്ട് ഹരീഷേട്ടൻ ഇപ്പോൾ സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് ഹരീഷേട്ടൻ ഈ ചേർത്ത് പിടിക്കില്ലേ ഇപ്പൊ കോഴിക്കോട്, അതും സ്വന്തം തട്ടകത്തിൽ വന്ന് നാടകക്കാരെ ചേർത്ത് പിടിക്കുന്ന അതിന് വേറെ മഹത്വമൊന്നും വേറെ ഒന്നുമില്ല. ഞാൻ അതങ്ങനെ ചെയ്യില്ല ആൾക്കാർ. അതാണ് പ്രത്യേകിച്ച് കോഴിക്കോട് പല ഡയറക്ടേഴ്സ് വന്നവർ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് സ്വന്തം നാട്ടിലെ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കാത്ത ആൾക്കാരെ കോഴിക്കോട്ട് വരുന്നത്. ഹരീഷേട്ടൻ അതിനു വേണ്ടിയിട്ട് ഒരു സിനിമ കോഴിക്കോട് വന്ന് ചെയ്യും, പിന്നെയും ചെയ്യും, ഇനിയും സിനിമ ഇറങ്ങാണ്ട് ഇനി ചെയ്യാൻ പോകുന്നു. അങ്ങനെയുള്ളൊരു ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇതിലോട്ട് എത്തിപ്പെട്ടു. അങ്ങനെ എത്തിപ്പെട്ടതിന് ശേഷം എനിക്കുണ്ടായ വലിയൊരു ഭാഗ്യമാണ് കാതൽ എന്ന സിനിമ. അത് ഈ സിനിമയുടെ സെറ്റിനാണ് സംഭവിച്ചത്. കാതലിന്റെ 43ാമത്തെ പടം, അദ്ദേഹം 42ാമത്തെ പടമായിരുന്നു. ഞാനിതിൽ ആദ്യം ഹരീഷേട്ടൻ കൂടെ വന്ന് എനിക്ക് ആർത്തിയായിരുന്നു ചെയ്യാൻ. ഹരീഷേട്ടൻ കൂടെ അഭിനയിക്കാനുള്ള എനിക്ക് നടത്തുന്നൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. നമ്മൾ ദൂരം വേദികളിൽ നിന്ന് വല്ല പെർഫോമൻസ് കണ്ടിട്ടുള്ളൂ. അപ്പം ഇതിലേക്ക് വിളിക്കുമ്പം ചെയ്യാനുള്ള സാധനം അത് പിന്നെ എനിക്ക് പിന്നീട് പറഞ്ഞ ചെറിയൊരു ടെൻഷൻ, വലിയൊരു ആക്ടർ
എന്നൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഹരീഷേട്ടൻ ഭയങ്കര കൂളാക്കി. എനിക്ക് തോന്നുന്നു 4 സീൻ ഏകദേശം ക്യാമറാമാനൊക്കെ ഇരിക്കുന്നുണ്ട് 2 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് വളരെ ഇതായിട്ട് ഭയങ്കര ഇംപ്രവൈസേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ശേഷമാണ് ഒരു ഗ്യാപ്പ്, എൻ്റെ ഷെഡ്യൂളിൽ ഒരു ഗ്യാപ്പ് വന്ന ശേഷം ആണ് ഞാൻ അടുത്തൊരു സാധനം ചെയ്യാൻ നാറാണിയിൽ വരുമ്പോഴാണ് എനിക്ക് കാതലിലോട്ട് സെലക്ഷൻ നല്ലോ ആയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ പ്രോസസ്സ് നടന്നു. അപ്പോൾ ഞാൻ ഹരീഷേട്ടൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഹരീഷേട്ടൻ ഞാൻ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ആ രീതിയിലുള്ള ദാസേട്ടൻ സൈക്കിൾ ഭയങ്കര ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു സിനിമയാണ്. ആ രീതിയിൽ എനിക്ക് എന്തോ നിയോഗം പോലെ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. ഹരീഷേട്ടൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ അഭിനയിക്കാൻ പോയി. പ്രത്യേകിച്ച് ഹരീഷേട്ടൻ വില്ലനായിട്ട് ചെയ്ത രാക്ഷസിയിലെ നായിക ജ്യോതികമായിരുന്നു കഥയിൽ നായിക ജ്യോതികം. അപ്പം ഇവരുടെ അടുത്ത് ഞാനൊന്ന് എനിക്ക് ബാക്കപ്പ് ഇട്ടിട്ട് ഹരീഷേട്ടൻ ചോദിച്ചു, ഹരീഷേട്ടാ ഞാൻ നിങ്ങളെ ഫ്രണ്ടാണ് പറഞ്ഞോട്ടെ. നീ ധൈര്യമായിട്ട് പറഞ്ഞാൽ ആദ്യം ജ്യോതികമ്മനെ കണ്ട പറഞ്ഞു ഐ എം ദ ഫ്രണ്ട് ഓഫ് ഹരീഷ് പെരടി എന്ന് പറഞ്ഞു. ആദ്യം എന്റെ പ്രൊണൗൺസിയേഷൻ നടന്ന മനസ്സിലായില്ല. ഹരീഷ് പേരടി കറക്റ്റ് ഭയങ്കര ഇതായിരുന്നു. ആ സാധനം എനിക്ക് ത്രൂ ഔട്ട് പിന്നെ ഈവൻ കാതലിന്റെ സക്സസ് സെലിബ്രേഷന്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ആ ഭയങ്കര ഇതായിരുന്നു. അത് ടോട്ടലി എന്ന് വെച്ചാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും പിന്നെ കാതലിന്റെ വേറെ ഡിലമല്ല ക്യാരക്ടർ. ഇത് ഭയങ്കര ഈസ്നെസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ആ രീതിയിൽ ആക്ടർ രീതിയിലേക്ക് വേറൊരു രീതിയിൽ ഞാനിങ്ങനെ ഈ ഒരു ഈസ്നെസ്സിൽ ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. അങ്ങനെ കണ്ടാൽ തോന്നാവുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഈ ഔപചാരികത ശരിയായിട്ട് നന്ദി ഹരീഷേട്ടാ. കാതലിന് അവാർഡും കൂടി കാതലിന് അവാർഡും വന്നു എന്നുള്ള അതാണ്. ഹരീഷേട്ടൻ എപ്പോഴും ഹരീഷേട്ടൻ എനിക്ക് ഭയങ്കര സന്തോഷം. ഹരീഷേട്ടന് മെസ്സേജ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് അതായത് നമുക്ക് ആ അവാർഡ് കിട്ടാൻ കാരണം ഹരീഷേട്ടന്റെ കാല് തൊട്ട് പോയിട്ടാണ്. ഇപ്പൊ പറഞ്ഞോണ്ട് കാലുവരല്ല, പക്ഷെ അനുഗ്രഹങ്ങൾ ഭയങ്കരമാണ്. അതായത് മനസ്സാർ ഞാൻ വിജയിച്ചതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ കാല് പിടിച്ചതും എന്റെ ആ കാല് പിടിക്കുന്ന നേരത്തെ പ്ലാൻ അല്ലെ കാല് എന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അപ്പൊ എന്റെ തലയെ കൈ വെച്ചതും അതായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹരീഷേട്ടാ അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമ നമ്മുടെ റിലീസിങ് 14-ാം തീയതിയാണ്. പിന്നെ എത്ര തിയേറ്ററുകളിൽ എനിക്കാണ്? തിയേറ്ററുകൾ ഞങ്ങളിങ്ങനെ അതിഭീകരമായി കുറേ തിയേറ്ററുകൾ വാരിപ്പിടിച്ച് അങ്ങനെ ചെയ്യുന്നില്ല. എന്നാൽ വളരെ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു നമ്പർ കേരളത്തിലുടനീളം ഉണ്ടുവാനും. കാരണം അങ്ങനെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളിങ്ങനെ വളരെ മെല്ലെ മെല്ലെ പോവാം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. വെറുതെ നമ്മൾ ഇതാ വരുന്നു പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും അങ്ങനത്തെ ഒരു കളിയല്ല ഞങ്ങൾ ഒരു സ്ഥലത്തും ചെയ്യുന്നത്. കാരണം ഈ സിനിമ സംസാരിക്കുന്ന വിഷയവും അങ്ങനെ തന്നെയാണ്. അല്ലാതെ എന്തോ രീതിയിൽ ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെടിപൊട്ടിക്കുന്ന പോലത്തെ സാധനമാണ്. വളരെ സിമ്പിളായിട്ട് വലിയ ഫിലോസഫി പറയുന്ന വലിയ വിഷയം പറയുന്ന ഒരു സിനിമയാണത്. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, അല്ലാതെ തന്നെ ഇതിൽ ഒരു നേരം പോലും വെറുതെ വന്നു പോകുന്ന ഒരു കഥാപാത്രവും ഇല്ല. അങ്ങനെ അത്രയധികം ധാരാളം കഥാപാത്രങ്ങൾ തന്നെ ഉണ്ട്. അതിൽ സ്വീറ്റി ബെർണാഡ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ഗംഭീരമായൊരു ക്യാരക്ടർ ചെയ്ത കുട്ടിയുണ്ട്. ഗിരീഷ് മണ്ണൂരുണ്ട്. ഗിരീഷ് എനിക്ക് തോന്നുന്നു അത്രയും നന്നായി പെർഫോം ചെയ്തു. ഗിരീഷിന് ഇതേപോലെ ആദ്യം വരുമ്പോൾ കുറച്ചൊരു ഭയം ഇതുണ്ടായിരുന്നു. ഗിരീഷ് എൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു സുഹൃത്താണ് നാടകത്തിലുള്ള. പക്ഷേ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു കാസ്റ്റിങ്ങിൽ ഗിലിനോട് പറഞ്ഞത് അവൻ ചെയ്യും, അവന് കറക്റ്റാണത് എന്നുള്ളത്. പക്ഷെ വന്നങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു കഥാപാത്രമായിട്ട് മാറി. അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ രത്നാരേട്ടൻ്റെ ക്യാരക്ടർ രത്നാരേട്ടനെ ഇരുത്തി പറയല്ല. ഇപ്പം ഞാൻ പറഞ്ഞ രത്നാരേട്ടനോട് ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു അച്ഛനല്ല, ഇത് വേറൊരു അച്ഛനാണിത്. അല്ലല്ല, അത് വേറെ ടൈപ്പ് ഒരു അച്ഛനാണ്. ഇത് നിങ്ങളെന്നെ ചെയ്യണം, വേറെ ലെവലായിരിക്കും സാധനം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴും അത് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സാധനമായിട്ട് മാറി. അപ്പം ഈ എന്ത് തന്നെ പറഞ്ഞാലും ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല നല്ല സംവിധായകരുള്ള ഒരു ഇതും കൂടിയാണല്ലോ നമ്മുടെ മലയാള സിനിമ. അപ്പം അവരൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മലയാള സിനിമയിലേക്ക് ഒരുപാട് നല്ല നടീനടന്മാരെ സംഭാവന ചെയ്യാൻ സാധ്യതയുള്ളൊരു സിനിമയും കൂടിയാണിത്. അതിൽ ഖബനി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന കാളിദാസ് എന്ന് പറഞ്ഞ തമിഴ്നാട്ടുകാരനായ ആളാണ്. അദ്ദേഹം ഒരു ഉഗ്രം കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വൈദി രണ്ടാമത്തെ മകൻ വൈദി ചെയ്തിട്ടുണ്ട്. എൻ്റെ മകനായിട്ട് തന്നെയാണ് അഭിനയിച്ചത്. അഖിൽ എപ്പോഴും വീട്ടിൽ വരുന്ന ആളാണ്. അപ്പം ഇതിനെ അഖിലിന് നന്നായിട്ട് അറിയാം. ഞാൻ അഖിൽ തന്നെയാണ് സെലക്ട് ചെയ്തത് ഇതിലേക്ക് വൈദീനെ, അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതല്ല. പക്ഷെ അവനത് നന്നായിട്ട് ചെയ്തു. അവൻ്റെ ആദ്യത്തെ സിനിമ തന്നെയാണ്. അവൻ്റെ ആദ്യത്തെ സിനിമയാണ്.
അവൻ തിയേറ്ററിൽ നന്നായിട്ട് ചെയ്യുന്ന ആളാണ്, കോളേജിലൊക്കെ തിയേറ്ററിലൊക്കെ സജീവമാണ്. നമ്മുടെ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്കാരാണ് നമ്മളെ കൂടെ തന്നെ നിന്ന ബാക്കിയുള്ള ടെക്നീഷ്യൻസ്. ഇപ്പം ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഒരു പടം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പം തൊട്ടിട്ട് വർക്ക് ചെയ്ത ആളാണ് നിജിലേട്ടൻ, ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. കൂടെ വർക്ക് ചെയ്ത നിശാന്ത്. പിന്നെ രണ്ടുപേരും ഒരു രക്ഷയില്ല, ഭയങ്കര ബോണ്ടിങ്, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അതേപോലെ ജയേട്ടൻ നമുക്ക് ഇതില് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. ജയേന്ദ്ര ശർമ്മ, അയ്യോ, നമ്മൾ അസോസിയേറ്റ് ഡയറക്ടർ. കാരണം എന്താ വെച്ചാല് ഇത് വളരെ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പൊ സുധിയേട്ടൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഹാഫ് ഡേയിലൊക്കെയാണ് സുധിയേട്ടന്റെ 4 സീനുകളൊക്കെ പ്ലാൻ ചെയ്തത്. അത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സുധിയേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു ലൊക്കേഷനിലാണ് പ്രധാനപ്പെട്ട സീനുകളൊക്കെ നടന്നത്. പിന്നെ ഒരു ദിവസം വേറെ ലൊക്കേഷനിലാണ്. എങ്കിൽ പോലും നമ്മുടെ സിനിമയിൽ ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ പല പല ലൊക്കേഷനിലാണ് പടുന്നത്. അത് ഓടി നടന്ന് എടുക്കേണ്ട സീനുകളാണ്. അപ്പൊ അങ്ങനെ എടുത്ത് ഓടി നിന്ന, അതായത് ലൊക്കേഷനിൽ മാത്രമല്ല സിനിമ തുടങ്ങി അന്ന് തൊട്ടിട്ട് ഓടി നടന്ന അസോസിയേറ്റ് ജയേട്ടനെ ഇതിലൊരിക്കലും നമുക്ക് മാറ്റി നിർത്തിയിട്ട് ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടി പറ്റില്ല. പിന്നെ നമ്മുടെ ക്യാമറാമാൻ, അവന് എന്താ പറയാ, സിനിമ തുടങ്ങുന്നതിന്റെ ഒരു 2 ദിവസം മുമ്പെയാണ് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. രാഹുൽ സി വിമല. അങ്ങനെ ആ സിനിമയുടെ ഭാഗമാവുകയും അന്ന് തൊട്ട് അതിനു വേണ്ടി, അതായത് ഞാൻ പറയാം ഈ പറഞ്ഞ മാതിരി ജയേട്ടൻ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഇത് ഇത്ര സ്പീഡാക്കുന്നത്, അതിനൊരു ക്യാമറാമാൻ കൂടി ഇല്ലെങ്കിൽ ഞാൻ രക്ഷയില്ല. അങ്ങനെ രാഹുലിന്റെ സേവനം അടിപൊളിയാണ്. അതേപോലെ ബാക്കി ടെക്നീഷ്യന്മാർ മുഴുവൻ, നമ്മുടെ ആർട്ട് വർക്ക് ചെയ്ത മുരളിയേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, മുരളി ബേപ്പൂർ, പിന്നെ രാജീവ് അങ്കമാലി, സുകേഷ് താനൂർ, ഇവരെല്ലാവരും. എത്ര ദിവസം കൊണ്ടായിരുന്നു നമ്മുടെ സിനിമ തീർത്ത? ശരിക്കും 17 ദിവസം. 17 ദിവസം കൊണ്ട് തന്നെ. ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മുടെ വലിയ വലിയ ദിവസങ്ങളിലൊക്കെ ഷൂട്ട് നടക്കുന്ന ഒരു കാലഘട്ടം. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം അവിടെ വലിയ സിനിമകളൊക്കെ ഇത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പഴയ അനുബന്ധം, അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ അവിശേഷി സാറിന്റെ സിനിമകളൊക്കെ 17-18 ദിവസങ്ങൾ കൊണ്ടൊക്കെയാണ് പണ്ട് കാലത്ത് വളരെ മുമ്പല്ല ശശിയുടെ കാലഘട്ടം. അതിന്റെ മുന്നേ ഉള്ള വലിയ ഇതും. അത് ഈ അടുത്ത കാലത്ത് ഞാനൊരു തെലുങ്ക് സിനിമേൻ്റെ സെറ്റിലിരിക്കുമ്പം അവിടെ ഭയങ്കര അഭിമാനത്തോടു കൂടി അവിടെ 100-100 ചില ദിവസങ്ങൾ പോകുന്ന സാധനങ്ങൾ 5 കൊല്ലമായിട്ട് തീരാത്ത ഒരു സിനിമ അതിനൊരു സെറ്റിലിരിക്കുമ്പോഴാണ് ഇപ്പം സത്യരാജ് സാറ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ പറ്റിയല്ല, മലയാള സിനിമേൻ്റെ പ്രതിനിധിയായിട്ട് ഞാനേ വന്ന അവിടെ ഉള്ളൂ. അപ്പോൾ അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഇവർ സിനിമ തീർക്കുന്ന രീതി, ഇവർ സിനിമയെ സമീപിക്കുന്ന രീതി, വേൾഡ് റെക്കോർഡുകൾ ഉണ്ടാക്കുന്ന രീതി, അതായത് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വിസ്ഫോടനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇത് കേട്ടിരിക്കാൻ ഏതോ ഒരു ഇപ്പുറത്ത് നിൽക്കുന്ന ഈ തറ്റത്ത് നിൽക്കുന്ന എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം വലിയ കാര്യമാണ്. അതേപോലെ അതിപ്പോൾ ഈ സിനിമേൻ്റെ 17 ദിവസങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിച്ച് പറഞ്ഞതാണ്. അതേപോലെ ഇതിൽ പറയപ്പെടേണ്ട ഒരു കേസ്, ഇപ്പം ഞങ്ങൾക്ക് അനുപമയെ കിട്ടുന്നത്, അനുപമയെ ഞങ്ങൾ ആദ്യം വേറൊരു ആർട്ടിസ്റ്റിനെയായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല, ഒരു ആർട്ടിസ്റ്റിനെയായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്. ഒരു നല്ല ആർട്ടിസ്റ്റ് തന്നെയാണ് കേട്ടോ, അതൊന്നും പറയില്ല. പക്ഷെ വിചാരിക്കാതെ അപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു തിരക്ക് കാരണം മറ്റൊരു സിനിമയായിട്ട് അവർ ബന്ധപ്പെട്ടവർക്ക് ആ ഡേറ്റിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഷൂട്ട് മാറ്റി വയ്ക്കാൻ പറ്റൂല, എൻ്റെ ഡേറ്റുകളൊക്കെ പ്രശ്നമാവും. അപ്പോൾ ഞാൻ അഖിലോട് നമുക്ക് വേറെ ആരെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. നിച്ചിലും ഇങ്ങനെ ഒരാളുണ്ട് നമുക്ക് വരുമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അനുപമനെ ഇരുത്തി പറയില്ല, ഞാൻ പറഞ്ഞു അനുപമ വന്നത് നന്നായി എന്ന് പറഞ്ഞു. കാരണം ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഈസിനെസ് ഭയങ്കര വർക്കൗട്ടായി കഴിഞ്ഞത്, നല്ല രസമായിരുന്നു. അതുപോലെ ഇതിലൊരു അമ്മ കഥാപാത്രം വരുന്നുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞങ്ങൾ ആ അമ്മ കഥാപാത്രത്തിന് വേണ്ടി കുറേ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ LCH കറക്റ്റ് അല്ലേ എന്ന് വെച്ചു. ആ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇപ്പോൾ LCH നമ്മളെ സ്വന്തം ആളാണ്, ഒത്തിരി വർഷങ്ങളായിട്ട് ബന്ധമുള്ളതാണ്. പക്ഷെ ഞങ്ങൾ വേറെ വഴിക്കൊക്കെ ഞങ്ങൾ ചിന്ത പോകുന്നത് LCHയിലേക്കല്ല പോകുന്നത്. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് LCH പെട്ടെന്ന് ഓർമ്മിച്ച് കൊണ്ടുപോകും. പക്ഷെ അത് LCH വന്നത് എന്തും മനോഹരമായി എന്ന് പറയുന്നത്. അയ്യോ, ആ ഫ്രെയിമിലിങ്ങനെ LCH നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് അങ്ങനത്തെ കുറേ സെലക്ഷൻസ് ഇതിൽ നടന്നിട്ടുണ്ട്. അത് എന്തോ ഒരു ദൈവനിയോഗം പോലെ തന്നെ. അഖിലിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ചില ആളുകളൊക്കെ സെലക്ട് ചെയ്തൊക്കെ. അതെ, അജയിന്റെ ഭാഗം നന്നായിട്ട് ഞാൻ കണ്ടുവസിക്കുന്നു.
പക്ഷെ അജിയായിട്ടുള്ളൊരു സീൻ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് പ്രയാസപ്പെട്ട് ഞാൻ ചിരിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ അതിന്റെ കാര്യകാരണങ്ങളെ പറയുന്നില്ല, അതിലേക്ക് ഞാൻ വരുന്നില്ല. അത് പറയണം, അതായത് സത്യത്തില് അജയിന്റെ ഒരു കാരണം കൊണ്ട്, ഒരു ഡയലോഗിന്റെ ഒരു ഡെലിവറിന്റെ ഒരു സാധനം കൊണ്ട് ആ ചിരി നിർത്താൻ കുറെ പാടായിപ്പോയി. അതെ, പിന്നെ പിന്നെ കട്ട് പറഞ്ഞിട്ട് പറയേണ്ടി വന്നു. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ആ ചിരി ഒന്ന് ലെവലേ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഈ ചിരിക്കാൻ ഇല്ലല്ല, അത് എപ്പോ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമേന്റെ ഇത് കൊണ്ട് വെച്ചിട്ടാണ് ഒരു ഡെലിവറി സുഖം കിട്ടലാണ്. നല്ല ഡെലിവറിയാണ്. അതിന്റെ ഒരു മറ്റൊരു തമാശ നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ ഈ ലൊക്കേഷൻ, കോഴിക്കോട് ലൊക്കേഷൻ എടുക്കാനുള്ള കാരണം എന്താ? അങ്ങനെ വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ലൊക്കേഷൻ എടുക്കില്ല. ശരിക്കും പറഞ്ഞാല് നല്ല കഥ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യാറില്ല. ഒരു സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള കഥാപാത്രത്തിന്റെ ഒരു മൂഡൊക്കെ എന്താണ് എന്നൊക്കെയാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അതേപോലെ ഫസ്റ്റ് സിനിമ ചെയ്ത ഐശ്വര്യ സിനിമ ചെയ്യുന്ന സമയത്ത് അതിലെ കുഞ്ഞുണ്ണി എന്ന കഥാപാത്രം, അപ്പൊ അയാളുടെ പരിസരം ഇങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്ന സമയത്ത് വേറെ സാധനം എന്താ വെച്ചാൽ എന്റെ ലിമിറ്റേഷൻസ് ആയിരിക്കാം കേട്ടോ. ഞാൻ കൂടുതൽ കണ്ടത് കോഴിക്കോട് ആയതുകൊണ്ട് സത്യമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ എളിമ കുറച്ച് കൂടുന്നുണ്ടോ? അല്ല, എളിമയല്ലല്ലോ, സത്യമില്ല. ഞാനങ്ങനെ ഹരീഷണ്ണ പോലെ പാരന്റ് സൗത്ത് ഇന്ത്യൻ അങ്ങനെ എനിക്ക് കണ്ടില്ലേ, അഭിനയിക്കാൻ അറിയുന്നുള്ള മനസ്സിലായില്ലേ? അഭിനയിക്കാനും അറിയും, ഡയറക്ഷൻ മാത്രല്ല. എന്തുകൊണ്ട് കോഴിക്കോട് തന്നെ വരുന്നു എന്നുള്ള പോലെ തന്നെ നമുക്ക് കോഴിക്കോട്ടിൽ ഇഷ്ടമല്ലേ? അപ്പൊ അങ്ങനെ കൂടുതൽ പരിചയം ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഇതിന്റെ കഥാപാത്രങ്ങൾ, ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ, അവരുടെയൊക്കെ അംശങ്ങൾ സ്വീകരിച്ചിട്ടൊക്കെ സിനിമ ഉണ്ടാവും. അല്ലാണ്ട് ഞാൻ എനിക്ക് പരിചയമില്ലാത്ത ഏതോ ഒരു മേഖലയിൽ പോയിട്ട് കഥ പറയാൻ ചിലപ്പോൾ പറ്റാത്തത് കൊണ്ടായിരിക്കും. ഇതിന്റെ ചുറ്റുള്ള കഥാപാത്രങ്ങളിലെ അവരുടെ കുറച്ച് അംശങ്ങളൊക്കെ എടുത്ത് വേറെ കുറച്ച് അംശങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ തന്നെ നമ്മള് സിനിമ ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് പരിചയം തോന്നുന്നത് ഇവിടേക്കാണ് പോകാൻ ചാൻസ് ഉള്ളത്, ഈ കഥാപാത്രത്തിലേക്കാണ് പോകാൻ ചാൻസ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ലൊക്കേഷൻ. സത്യം പറഞ്ഞാൽ മൂന്നാമത്തെ പടം കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്. ജോയ്ഫുൾ എൻജോയ്. ഇവര് എനിക്കിപ്പോഴും ഇതിന്റെ ഒരു സാധനം 17 ദിവസം കൊണ്ട് തീർന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വൈബാണ്. അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പം ജേട്ടനെ കൊണ്ട് പറഞ്ഞു, ഇവര് ഞാൻ പറയുമ്പോൾ പറയാൻ വിട്ടുപോയതാണ്, ഇവര് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര സെറ്റായിരുന്നു. എനിക്ക് പെട്ടെന്ന് ജേട്ടൻ അസോസിയേറ്റ്, ജേട്ടൻ മൊത്തത്തിൽ തന്നെ എപ്പോഴും ചിരി പ്ലീസിങ് ഫേസാണ്. അത് നമുക്കൊരു സ്ഥലത്തേക്ക് വരുമ്പം, ആക്ച്വലി നമ്മളെപ്പോലെ പുതിയ ആർട്ടിസ്റ്റുകൾക്ക് വരുമ്പം ആദ്യം തന്നെ അതിന്റെ കോണി അങ്ങോട്ട് പടി തൊട്ട് തുടങ്ങും. ഫസ്റ്റ് നമ്മൾ ഗേറ്റ് തൊട്ട് തുടങ്ങും നമ്മളെ ഹരാസ് ചെയ്യാൻ. അങ്ങനെയാണ് സിനിമയുടെ സ്ട്രക്ചർ മുന്നേ ഉണ്ടായിരുന്നത്. അതൊന്നും അല്ല ശരിക്കും ഇവിടെ അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് 17 ദിവസം കൊണ്ട് തീർന്നില്ല. അതേപോലെ തന്നെ എനിക്ക് അനുപമ അഭിനയിച്ച പടമാണ് ഗേറ്റിന്റെ കിച്ചൺ, 20 ദിവസം കൊണ്ട് തീർന്ന പടമാണ്. അത്രയും വൈബാണ്. ഇപ്പൊ കാതൽ 33 ദിവസം കൊണ്ടാണ്. അത്രയും സെറ്റായി നിൽക്കുന്ന ആൾക്കാർ, ഭയങ്കര കണക്റ്റഡ് ആയിട്ട് ഒരു ഈഗോ ഇല്ലാത്ത ഒരു സെറ്റില് വർക്ക് ചെയ്യാം. എനിക്ക് അങ്ങനെ ഒരു കണ്ടെത്തലൂടെ ആയിരിക്കും ഇതിനെ 15 ദിവസം കൊണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ടാകുന്നത്. അത് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ അതിൽ വേറൊരു സംഭവം നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഇതിന് പിന്നിൽ. അതായത് ഞാൻ ഈ മറ്റു ഭാഷകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ആളുകൾ എന്നോട് ഇപ്പോഴും ചോദിക്കും, എന്താണ് വ്യത്യാസം, എന്താണ് ഈ മലയാള സിനിമയിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടത് എന്നുള്ള എപ്പോഴും ചോദിക്കും. അതിൽ പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അസോസിയേറ്റ് ഡയറക്ടേഴ്സാണ്. അതാണ് നമ്മൾ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ. ഞാനിപ്പോൾ ഒരു ജയന മാത്രമല്ല പറയുന്നത്, മലയാളത്തിൻ്റെ ഒരു വലിയ ഒരു സംഭാവനയായിട്ട് ഭയങ്കര കരുത്തായി നിൽക്കുന്നത് സാധനം അസോസിയേറ്റ്സാണ്. അത് അത്രത്തോളം കരുത്തല്ല മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും. നമ്മുടെ നാണ് കുറച്ച് കരുത്ത്. നമ്മൾ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് പറഞ്ഞാൽ അവർക്ക് എല്ലാം അറിയാം. എ ടു സെഡ് സിനിമേൻ്റെ ഇത് ഏത് രാത്രി ഉറക്കത്തിൽ വിളിച്ചിട്ട്, എടോ മറ്റേ സീന് എന്താ ചെയ്യുന്നത്, അതിൽ ആ സീനിൽ അവളുടെ ലൈറ്റും കൊണ്ട് തിരിച്ച് ഇത്രാമത്തെ സീനിൽ ഇത്രാമത്തെ പറഞ്ഞാൽ മതി എന്നൊരു കടന്നുറങ്ങും അയാൾ. അങ്ങനത്തെ അസോസിയേറ്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് മറ്റു ഭാഷകൾ കുറവാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. അവിടെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞൊരു കിങ്ങാണ് ഉണ്ടാവുക. അതേ സമയത്ത് അസോസിയേറ്റ്സിനോട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം, നമ്മൾ ഈ ഡയറക്ടറെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് ഒരു അസോസിയേറ്റിനോട് പോയിട്ട് ചില വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അയാൾക്ക് പറയാൻ പറ്റില്ല, ആൻസർ പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളെ മലയാളത്തിൽ നമ്മൾ പോയിട്ട് ജയാന്നോ ശിവാന്നോ റഹീമേന്നോ എന്തോ വിളിച്ചിട്ട് നമ്മൾ പറയും, ഇവിടെ ഇന്ന് വൈകുന്നേരം ഒന്ന് പെട്ടെന്ന് കഴിച്ചിലേക്ക് തരട്ടെ എന്നു പറഞ്ഞു. അപ്പോൾ അവർ ആ ചാർട്ട് എടുത്തിട്ട്, അയ്യോ ഹരിശേട്ടന് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ എത്ര മണിക്ക് പോകണോ എന്ന് പറയും.
അല്ലെങ്കിൽ തീരെ പറ്റാത്തതാണെങ്കിൽ ഒരു പറയും. ഇങ്ങനെയുള്ളത് അത് അസോസിയേറ്റ്സ് ആണ് അസോസിയേറ്റ് സംവിധായകരാണ് നമ്മളെ സഹ സംവിധായകരാണ് വലിയൊരു കരുത്തായിട്ട് എനിക്ക് തോന്നി. തെലുങ്ക് തമിഴൊന്നും അങ്ങനെ അത് നടക്കത്തില്ല. അങ്ങനെയല്ല, അവിടുത്തെ സിസ്റ്റം വ്യത്യാസം. നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആ സിസ്റ്റമേ വ്യത്യാസം. പിന്നെ ഈ നമ്മുടെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പോലും ഒരു വലിയ ഒരു ഇതുണ്ടായി. പ്രകാശിൻ്റെ മ്യൂസിക്കിനെ പറ്റിയിട്ട് എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. അത് കൂടാതെ നമ്മളെ മലയാളത്തിൻ്റെ എക്കാലത്തെയും നമ്മളേക്ക് അഭിമാനമായ ഹരിഹരൻ സാറ് നമ്മളെ കൺട്രോളറായ നിഖിലിനോട് പറഞ്ഞ് ട്രെയിലർ കണ്ടിട്ട് ഗംഭീരമായിട്ടുണ്ട്, ഞാൻ കാണും ഈ സിനിമ, മതിയല്ലോ. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു അവാർഡ്, ഞങ്ങൾ ഈ കൊച്ചു സിനിമയ്ക്ക് ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്ന അവാർഡ് എന്ന് പറഞ്ഞാൽ ഹരിഹരൻ സാറിൻ്റെ വാക്കുകളാണ്. ദത്താനേട്ടൻ അതുപോലെ തന്നെ പിന്നെ ദത്താനേട്ടൻ എത്രാമത്തെ സിനിമ ഇത്? സിനിമകളിൽ കുറെ ഞാൻ പിന്നാമ്പുറത്ത് ഒരുപാട് വർക്ക് ചെയ്യുന്ന അത്രയും സുഹൃത്തുക്കളുണ്ട്. നാടകത്തിന്റെ സുഹൃത്തുക്കൾ ഇവിടെ സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട്. പക്ഷെ ഈ ഒരു വല്ലാത്തൊരു അനുഭവത്തിന് സിനിമ അഭിനയിക്കുന്നത് വലിയ കൂടുതലായിരുന്നില്ല. ഇത് മൂന്നാമത്തെയോ നാലാമത്തെ സിനിമ. പക്ഷെ ഇത് ഉണ്ടാക്കിയ അത് ടച്ചിങ് ഉണ്ട്, ടച്ചിങ് വല്ലാതെ. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഹരീഷ്, അങ്ങനെ അറിയപ്പെടുന്ന കുറെ ആൾക്കാർ കോഴിക്കോട്ടുണ്ടായിരുന്നു, കോഴിക്കോട് നല്ല നടന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സൗഹൃദത്തിന് മുകളിൽ അഭിനയം കൂട്ടിപ്പിടിക്കാൻ വേറെ ആർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കൂട്ടിപ്പിടുത്തതിന്റെ സിനിമ കൂടി. രണ്ട് നാടകക്കാരാണ്, നാടകം ബാക്കിലുള്ള ആൾക്കാരാണ്. അത് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ കോഴിക്കോട് നിന്ന് ഇറങ്ങിയ സംവിധായകന്മാരും അഭിനേതാക്കളും എത്ര ഉണ്ടായിരുന്നു. പക്ഷെ കോഴിക്കോടിന് ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ അഭിനേതാക്കളെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല പലപ്പോഴും. ഒരു പരിമാണിക്കും മാത്രമേ നാടകക്കാരെ കൂട്ടിപ്പിടിച്ചുള്ളൂ. മറ്റ് ഇത് ഇങ്ങനെയൊരു ബന്ധങ്ങൾ കൂട്ടിപ്പിടിക്കാൻ നോക്കുന്ന ഹരീഷിനുള്ള സൗഹൃദം, സ്നേഹം ഒന്നുകൂടി അരക്കൊട്ടപ്പെടുന്നു. അതുപോലെ സുധീവ്, പിന്നെ മറ്റു വിശേഷങ്ങൾ വേറൊരു വിശേഷം വേറെന്ത്? നമ്മുടെ നമ്മുടെ കളങ്കാവിലേക്ക് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് വരുന്നത്. നരിവേട്ടം എന്ന് പറഞ്ഞ പടമാണ്, വെബ് സീരീസ് ആണ്. പിന്നെ പ്രതീക്ഷിക്കുന്നു ഹരീഷന്റെ അടുത്ത. അപ്പം ദാസേട്ടൻ്റെ സൈക്കിൾ, ഈ വിശേഷം, കുടുംബവിശേഷങ്ങൾ നിങ്ങളൊക്കെ കേട്ടു. അപ്പം ഇനി വേഗം ഉടനെ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് ദാസേട്ടൻ്റെ സൈക്കിൾ, ദാസേട്ടൻ്റെ കുടുംബവിശേഷങ്ങളൊക്കെ കാണുക, കണ്ടിട്ട് ഞങ്ങളെ അറിയിക്കുക. സൈനിങ് ഓഫ്, അജയ് കല്ലായി.